സിനിമാ സെറ്റിലുണ്ടായ ദുരനുഭവം വിവരിച്ച് വിൻസി അലോഷ്യസ് അമ്മയ്ക്ക് പരാതി നൽകി. പരാതിയിൽ യുവനടന്റെ പേരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രാഗിൻ ചേർന്നുണ്ട്. രാഗിൻ, ഇപ്പോഴത്തെ വിൻസി അലോഷ്യസ് അമ്മയ്ക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഈ പരാതിയിൽ നടന്റെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്നലെയാണ് അമ്മയുടെ ഹഡ്കോ കമ്മിറ്റി ചേർന്നത് കൊച്ചിയിൽ. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു യോഗം ചേർന്നത്. ഈ യോഗത്തിന് ശേഷം അമ്മ ഭാരവാഹികൾ വിൻസിയുമായി സംസാരിച്ചിരുന്നു. പരാതി തരണമെന്ന അഭ്യർത്ഥനയും അവർക്ക് മുന്നിൽ പങ്കുവച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നലെ രാത്രി വിൻസി അലോഷ്യസ് താരസംഘടനയായിട്ടുള്ള അമ്മയ്ക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. മറ്റ് സിനിമാ സംഘടനകൾക്കും അവർ പരാതി കൈമാറിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. സിനിമാ സെറ്റിൽ താൻ നേരിട്ട ദുരനുഭവം, ലഹരി ഉപയോഗിച്ച ഒരു നടനിൽ നിന്ന് താൻ നേരിട്ട ദുരനുഭവമാണ് ആ പരാതിയിൽ അവർ പങ്കുവെക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് താരസംഘടനയായിട്ടുള്ള അമ്മ വ്യക്തമാക്കുന്നത്. അതിൽ ഈ ദുരനുഭവം നേരിട്ട താരത്തിന്റെ പേര് നേരത്തെ ഈ സമൂഹ മാധ്യമങ്ങളടക്കം പങ്കുവച്ച വീഡിയോയിൽ അവർ വെളിപ്പെടുത്തിയിരുന്നില്ല. പക്ഷെ പരാതിയിൽ ആ പേരുണ്ട് എന്ന് അമ്മ സ്ഥിരീകരിക്കുന്നു. യുവതാരത്തിന്റെ പേരാണ് പരാതിയിൽ ഉള്ളത്. അതിന്റെ കോപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെ സുപ്രധാനമായ ഒരു നീക്കം വിൻസി അലോഷ്യസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഈ പരാതി ഇപ്പോൾ താരസംഘടനയായ അമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നു. അമ്മ ഭാരവാഹികൾ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഘടനാപരമായിട്ടുള്ള നടപടികൾ താരസംഘടന സ്വീകരിക്കും. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എക്സൈസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും വിൻസിൽ നിന്ന് വിശദാംശങ്ങൾ തേടും. അതിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായിട്ടുള്ള വഴി ആ നിലയിൽ എക്സൈസും കൈകാര്യം ചെയ്യും. എന്തായാലും ഈ സംഭവം വലിയ തോതിൽ തന്നെ ചർച്ചയായിരുന്നു. ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വന്ന ശേഷവും കൃത്യമായിട്ടുള്ള നടപടികൾ മറ്റ് സംഘടനകളാണെങ്കിലും അല്ലെങ്കിൽ അന്വേഷണ സംവിധാനങ്ങളാണെങ്കിലും സ്വീകരിക്കുന്നില്ല എന്ന വിമർശനവും ഒക്കെ ശക്തമായിരുന്നു. തീർച്ചയായിട്ടും വലിയ വിമർശനങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു രാഗിൻ. കാരണം ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായി മറ്റ് നടപടികൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു. അമ്മ സംഘടന നടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പരാതി നൽകാൻ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നതടക്കമുള്ള കാര്യങ്ങൾ ജയൻ ചേർത്തല അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ എക്സൈസും നടിയിൽ നിന്നും വിവരങ്ങൾ തേടും എന്നുള്ളതാണ്. നടി കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയാൽ അക്കാര്യത്തിൽ കേസെടുക്കും എന്നതരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഈ എക്സൈസിന്റെ നടപടി എപ്പോഴത്തേക്കുണ്ടാകും രാഗിൻ? കാരണം നടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ? ഇന്ന് തന്നെ എക്സൈസിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകും. അവർ കൊച്ചിയിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഫ്ളാറ്റിലെത്തി അവരിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിക്കാനാണ് ഉന്നത ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ സ്ക്വാഡിനടക്കം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് വിൻസിയെ കണ്ട് വിശദാംശങ്ങൾ ശേഖരിക്കും. സ്വാഭാവികമായിട്ടും വിൻസി സംഘടനയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സിനിമാ സംഘടനകൾക്കും ഒക്കെ ആണെങ്കിലും പരാതി നൽകിയ ഒരു പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അന്വേഷണ ഏജൻസിക്കും സ്വാഭാവികമായിട്ടും കൈമാറും. അതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. അതിൽ കേസെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എങ്ങനെ പോകാൻ കഴിയും എന്നതടക്കം ആലോചിക്കുന്നുണ്ട്. കാരണം ഇത്തരം NDPS കേസുകളിൽ പൊസഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ടു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോവുകയാൽ ആ കേസ് എത്രത്തോളം നിൽക്കും എന്ന കാര്യത്തിലും സംശയമുണ്ട്. അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ നിൽക്കുക. പക്ഷേ ഈ സിനിമാ സെറ്റിൽ നിന്ന് ഇത്തരത്തിലൊരു പരാതി ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സുപ്രധാനമാണ്. ഇനി നാളെ ഒരു കാലത്ത് ഇത്തരത്തിലുള്ള സിനിമാ സെറ്റുകളിലെ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലും ഇതിലേക്ക് പോവുകയാണെങ്കിൽ അത് സ്റ്റാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള മൊഴിയായിരിക്കും ഒരുപക്ഷെ ഇതായിട്ട് വരിക. പക്ഷേ ഇത്രയും നാളായിട്ടും ഇതുവരെയും ഈ സിനിമാ സെറ്റുകളിലടക്കം പരിശോധനകൾ ഉണ്ടാകുന്നില്ല എന്ന വിമർശനവും ഞാൻ അതിലേക്ക് വരികയാണ്. കാരണം രാഗിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും എന്തുകൊണ്ട് ഈ സിനിമാ സെറ്റിലേക്ക് ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നില്ല? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അതിനെന്തെങ്കിലും മറുപടി ലഭിക്കുന്നുണ്ടോ? സിനിമാ സെറ്റുകളിലടക്കം പരിശോധന അത്യാവശ്യമാണ്. നേരത്തെ ഈ നിർമ്മാതാക്കളുടെ സംഘടന അത് ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം താരസംഘടനയുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവരും ഇതിനെ സ്വാഗതം ചെയ്യുകയാണ്. അവർ ഒരു പടി കൂടി കിടന്ന് ഇത്തരത്തിൽ ലഹരി ബന്ധമുള്ള അല്ലെ ലഹരി മാഫിയയുമായി ബന്ധമുള്ള ലഹരി ഉപയോഗിക്കുന്നവരെ ഈ അവാർഡിന് പോലും പരിഗണിക്കരുതെന്ന നിലപാടാണ് തങ്ങൾക്കുള്ളതെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഇത്രയധികം സ്വീകാര്യത അല്ലെങ്കിൽ ഇത്രയധികം പ്രോത്സാഹനം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സെറ്റുകളിലടക്കം പരിശോധനയിലേക്ക് പോയിക്കൂടാ എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഇതേ സംബന്ധിച്ച് എക്സൈസ് വൃത്തങ്ങൾ നൽകുന്ന മറുപടി എന്ന് പറയുന്നത് ഇത്തരം പരിശോധനകളിലേക്ക് പോകുന്ന ഘട്ടത്തിൽ എതിർപ്പുകളുമായി വരും. ആ ഘട്ടത്തിൽ വലിയ തോതിലുള്ള എതിർപ്പും പ്രതിഷേധവും ഒക്കെ ഇന്ന് അനുകൂലിക്കുന്നവർ തന്നെ ഉണ്ടാകും. രാഗിൻ, അതേപോലെ വിൻസി അലോഷ്യസിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. പക്ഷേ ആരെ പറ്റിയാണ് അവർ പറയുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല. എന്തെങ്കിലും തരത്തിലുള്ള സൂചന അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നുണ്ടോ നമുക്ക്? സൂചനകളൊക്കെ ലഭ്യമാകുന്നുണ്ട്. പക്ഷേ അതിന്റെ ആ പേര് സ്വാഭാവികമായിട്ടും ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മാത്രമല്ല ഇത്തരം കാര്യങ്ങളിൽ അവർ തന്നെയാണത് വെളിപ്പെടുത്തേണ്ടത്. ആ പരാതിയിൽ ആ പരാതിയുടെ പകർപ്പ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലഭ്യമാകുന്ന